ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നോക്കൂ. ഒരു ഭാഗത്ത് കൂടി നിൽക്കുന്ന ജനങ്ങൾ, മറുഭാഗത്ത് ഒരു വശത്തേക്ക് പോലീസ് അവരെ മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ. ഇത്രയും ആളുകളെ നിയന്ത്രിക്കാനുള്ള അത്രയും പോലീസ് സന്നാഹം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അവിടെ ഒരുപാട് പേർ തറയിൽ വീണിട്ടുണ്ട്. ആ തിരക്കിനിടയിൽ, തിക്കിനും തിരക്കിലും പെട്ട തറയിൽ വീണിട്ടുണ്ട്. അവർക്ക് പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒരുപാട് പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഈ മരണക്കണക്കിൽ വന്നിട്ടുണ്ടോ? പരുക്കേറ്റവരുടെ നില എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ വിവരം ലഭിക്കുന്നുണ്ടോ? അശ്വതി, 7 പേർ ഇതിനോടകം മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിന് മുമ്പ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് വളരെ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചു വരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അല്പസമയത്തിന് മുമ്പാണ് വിധാനസൗധയിൽ ഈ താരങ്ങളെ സ്വീകരിച്ച പരിപാടി കഴിഞ്ഞത്. ആ സമയത്താണ് അതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നേതാക്കളും ഇത്തരത്തിൽ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ വിവരത്തെ സംബന്ധിച്ച് അറിഞ്ഞു വരുന്നുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഹോസ്പിറ്റലിലാണ് നിന്നുള്ള സ്ഥിരീകരണമാണ്. 7 പേർ മരിച്ചിരിക്കുന്നു. 10ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പരിശോധിച്ച് വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വിക്ടറി പരേഡൊക്കെ തുടങ്ങുന്നതിനും മുമ്പേ ഇത്തരത്തിലുള്ള ആരാധകർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വലിയൊരു അപകടം ഉണ്ടാവുകയും നിരവധി പേർക്ക് ഇപ്പോൾ ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ സമയം നിരവധി പേർ കുഴഞ്ഞു വീണു. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ നിന്ന് ഈ ആളുകളും ഒപ്പം തന്നെ ചെറിയ ഗേറ്റുകൾ വഴിയാണ്, നമുക്കറിയാം നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ വളരെ ചെറിയ ഗേറ്റുകൾ വഴിയാണ് ആരാധകരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. അത് കൃത്യമായ ഒരു സുരക്ഷയുടെ ഭാഗമായി തന്നെയാണ് ആളുകളെ അധികം പേരെ ഉടൻ ഇടിച്ചു കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് കുറച്ചധികം ആളുകളെ മാത്രം ഒരേ സമയം കയറ്റിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ആളുകൾ കൂടുതൽ പേർ ആ സമയത്തേക്ക് ആ ഗേറ്റിന് അവിടേക്ക് തടിച്ചുകൂടി ഉന്തും തള്ളും ഉണ്ടാകുന്നു. തുടർന്ന് ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിൽ അവർ ലാത്തി പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ സമയത്താണ് നിരവധി പേർക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. തുടർന്ന് അവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ട് ഓടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ ആദ്യം പ്രാഥമിക ചികിത്സ നൽകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. പക്ഷേ 7 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത. എന്തെങ്കിലും ആഘോഷമാക്കാനിരുന്ന ആ ഒരു വിജയാഘോഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപകടം അത് വലിയ കണ്ണുനീരായി മാറുകയാണ്. ആരാധകർ കൂട്ടമായി എത്തിയത് ഈ ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ പാളിച്ചുണ്ടായിരിക്കുന്നു. ആ പാളിച്ചയിൽ 7 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. വൻ തിരക്കുണ്ടായി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ്. ക്രമാതീതമായിട്ടുള്ള വലിയ തിരക്ക്, ആരാധകരുടെ ഒരു വലിയ വിന്യാസം. സ്വാഭാവികമായും ഇത്രത്തോളം ആരാധകർ ഇവിടേക്ക് എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ നേരത്തെ തന്നെ ഈ സംവിധാനങ്ങൾക്ക് ഉണ്ടാകണമായിരുന്നു. ആ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല എന്നുള്ള ഒരു നേർചിത്രം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. വിധാനസൗധയ്ക്ക് പുറത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒരു ബോക്സിൽ നമ്മൾ കാണുന്നത്. അവിടെ മാത്രം ഇത്രയും അധികം ആളുകൾ വന്നു നിൽക്കുന്നു, അത്രത്തോളം ആരാധകർ വന്നു നിൽക്കുന്നു. ആ സമയത്ത് പിന്നീട് അവിടെ നിന്ന് വിധാനസൗധയ്ക്ക് പുറത്തുള്ള റോഡിലേക്ക്, അതായത് ചിന്നസ്വാമിയിലേക്ക് പോകുന്ന ആ വേളയിലും ആ വീതിയിലും ഇതേ രീതിയിൽ പരമാവധി ആളുകൾ വിജയാഘോഷത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു, ആരാധകർ എത്തിയിരുന്നു. തുടർന്ന് വലിയ ഒരു ആവേശ പ്രകടനത്തോടുകൂടി ആരാധകർ അവരേക്ക് ഈ താരങ്ങളെ ആനയിച്ചെത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അതെല്ലാം വിഫലമാകുന്നു. വലിയ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കൂടിയാണ് ഈ ഒരു സമയം പുറത്തേക്ക് വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുകയും ചെയ്യും. എന്താണ് കൃത്യമായി സംഭവിച്ചത്, നിലവിൽ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, കൂടുതൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോയവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തത വരും. എന്തായാലും കണ്ണീർ കടലായി മാറുന്നു ഈ ഒരു വിജയാഘോഷം എന്നുള്ളത് തന്നെയാണ്. ബംഗളൂരുവിൽ ഉണ്ടായിരിക്കുന്ന വൻ അപകടം തന്നെയാണ്. ഇപ്പോൾ താരങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താരങ്ങളെ അവിടെ നിന്ന് ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുന്നു. മുൻകൂട്ടി
നിശ്ചയിച്ച പ്രകാരമുള്ള ആ വിക്ടറി പരേഡൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്ത് ഇപ്പോഴും ആരാധകരുടെ വലിയ വിന്യാസം തന്നെയാണ്. അവരെ നേരത്തെ തന്നെ ഉച്ചയ്ക്ക് മുതൽ തന്നെ അവിടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഒരുപക്ഷേ ഇനി ഈ ഒരു സുരക്ഷയുടെ ഭാഗമായി അവരെയൊക്കെ ഇനി എങ്ങനെയായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരിക, നിലവിൽ നിയന്ത്രണ വിധേയമാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിക്ടറി പരേഡ് സർക്കാർ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. അതാണ് മിഥുനാണ്, MG മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത രീതിയിലുള്ള ഒരു ജനക്കൂട്ടത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ സുരക്ഷിതരായി വീടുകളിലേക്ക് അയക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ്. അതിപ്പോൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ട അത്ര പോലീസ് അവിടെ ഉണ്ടോ, പോലീസ് സന്നാഹം അവിടെ ഉണ്ടോ എന്നുള്ളതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സംശയം ഉണ്ടാകുന്നുണ്ട്. വലിയ ജനക്കൂട്ടം 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നേടിയ കന്നിക്കിരീടം, അതിൻ്റെ ആ വിജയാഘോഷം അത് ഗംഭീരമാക്കാനായി ഒഴുകിയെത്തിയ ജനങ്ങളാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴുതി വീണത്. 7 പേർ മരിച്ചതായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 20-ലധികം പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നറിയുന്നു. ചെറിയ പരിക്കുകളോടെ നിരവധി പേർ വിവിധയിടങ്ങളിലായി ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. കൃത്യമായ കണക്കുകൾ, അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയൊരു വിജയാഘോഷം നടക്കേണ്ട സ്റ്റേഡിയവും പരിസരവും ഇപ്പോൾ വലിയ ദുഃഖത്തിലേക്ക് പോയിരിക്കുകയാണ്.